ദുരന്തങ്ങൾ, യുദ്ധങ്ങൾ ഇവയൊക്കെ ലോകം എത്ര ചെറുതാണെന്ന് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങ് ദൂരെ പശ്ചിമേഷ്യയിലെ തീരാത്ത യുദ്ധം, അതിൻ്റെ പ്രത്യാഘാതം ലോകമെങ്ങും നമ്മുടെ രാജ്യത്തും ഇങ്ങ് കേരളത്തിലും പ്രതിഫലിച്ചു തുടങ്ങിയിരിക്കുന്നു. രാജ്യത്ത് പാചകവാതക ക്ഷാമമടക്കം ഇന്ധന പ്രതിസന്ധിയില്ല എന്ന് പെട്രോളിയം മന്ത്രി പറയുമ്പോഴും സംസ്ഥാനം രൂക്ഷമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ. നമ്മളിപ്പോൾ കണ്ട പ്രതികരണങ്ങൾ. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തുടങ്ങിക്കഴിഞ്ഞു. നാളെ എന്ത് എന്ന ആശങ്ക ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലയിൽ തൊഴിലാളികളെ അടക്കം അപ്പാടെ മുറുക്കിക്കഴിഞ്ഞു. എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ നേരിയൊരു ആശ്വാസത്തിനും വക നൽകുന്നുണ്ട്. സൗദിയിൽ നിന്നുള്ള ക്രൂഡ് ഓയിലുമായി ഒരു ലൈബീരിയൻ എണ്ണക്കപ്പൽ മുംബൈയിൽ നങ്കൂരമിട്ട് കഴിഞ്ഞു. എന്തായാലും ഈ ആശങ്കകൾക്കെല്ലാം ഇടയിലും ഈ തിരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും വലിയ വിസ്മയത്തിന് ഒരുപക്ഷെ ഇന്ന് രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിച്ചു. ജി സുധാകരൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ 6 പതിറ്റാണ്ട് നെഞ്ചിലെത്തിയ ജി സുധാകരൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ആ പാർട്ടി വിട്ട് പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് വന്നിരിക്കുന്നു. അതും എന്നും തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും എന്ന പ്രഖ്യാപനത്തോടു കൂടി തന്നെയാണ്. വാർത്തകളൊക്കെ വിശദമായി നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ഞാൻ സ്വതന്ത്രനായി ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു. ആ കാര്യം അറിയിക്കും. അങ്ങനെ പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല, ഒരാളെയും വ്യക്തിഗത ചെയ്യില്ല. എന്നെ വ്യക്തിഗത ചെയ്താൽ അവരെ ജനങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിക്കോളും. CPM പാർട്ടി വിട്ട് ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപനം. ആരുടെയും പിന്തുണ തേടില്ല, കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾ പിന്തുടരും. CPM-ൽ പൊളിറ്റിക്കൽ ക്രിമിനൽസ് കൂടുന്നുവെന്നും അമ്പലപ്പുഴയിൽ പാർട്ടി സ്വാധീനം കുറഞ്ഞുവെന്നും സുധാകരൻ. വർഗവഞ്ചകനെന്ന് ആലപ്പുഴയിൽ പോസ്റ്റർ. തിരഞ്ഞെടുപ്പ് വേളയിൽ കരുതലോടെ പ്രതികരിച്ച് CPM. സുധാകരനോടുള്ള കരുതൽ മറയ്ക്കാതെ കോൺഗ്രസും അമ്പലപ്പുഴയിൽ പിന്തുണച്ചേക്കും. രാജ്യത്ത് പാചകവാതക സിലിണ്ടറുകളുടെ ലഭ്യത കുറഞ്ഞതോടെ ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക്. സംസ്ഥാനത്ത് റെസ്റ്റോറന്റുകളും ഹോട്ടലുകളും താഴെ വീഴുന്ന അവസ്ഥയിൽ. സിലിണ്ടർ പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും വ്യാപകം. സ്കൂളുകളിൽ വിറകടുപ്പ് ഉപയോഗിക്കാൻ നിർദ്ദേശം. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി. 1,35,335 മെട്രിക് ടൺ ക്രൂഡ് ഓയിലുമായി ലൈബീരിയൻ കപ്പൽ ഷെല്ലോങ് സിയൂക്സ് മാക്സ് മുംബൈയിൽ നങ്കൂരമിട്ടു. കൊല്ലപ്പെട്ട ഇറാനികളുടെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി. അയൽ രാജ്യങ്ങളിലെ ശത്രു ക്യാമ്പുകളിലെ ആക്രമണം തുടരുമെന്നും ഖമനേയി. ഹോർമുസ് കടലിടുക്കിലും ഇറാഖിലും ഓയിൽ ടാങ്കറുകൾക്ക് നേരെ ഇന്നും ഇറാന്റെ ആക്രമണം. എണ്ണവില വീണ്ടും $100. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലിൽ തീപിടുത്തം. ഇറാനുമായുള്ള യുദ്ധത്തിലില്ലെന്ന് അമേരിക്കൻ സേന. വെള്ളാപ്പള്ളി നടേശനെ SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കി ഹൈക്കോടതി. വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെ ബോർഡ് അംഗങ്ങൾക്കും അയോഗ്യത. ഉത്തരവ് SNDP സംരക്ഷണ വേദി നൽകിയ ഹർജിയിൽ അപ്പീൽ പോകുമെന്ന് നിലവിലെ ഭരണസമിതി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് MPമാർ മത്സരിക്കുന്നതിൽ അന്തിമ തീരുമാനമുടൻ. കെ സുധാകരനും അടൂർ പ്രകാശും മത്സരിച്ചേക്കും. CC മുകുന്ദനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് കോൺഗ്രസ് നേതൃത്വം. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ തന്നെ മത്സരിക്കുമെന്ന് ജോസ് കെ മാണി. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ BJP പാർലമെന്ററി ബോർഡ് യോഗം പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്നു. സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതിയിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ പ്രാഥമിക അന്വേഷണത്തിന് നീക്കം. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കള്ളപ്രചരണമെന്നും പോറ്റിയുടെ പരാതി വ്യാജമെന്നും കടകംപള്ളി. A. പത്മകുമാറിനോട് വിശദീകരണം തേടി CPM ജില്ലാ നേതൃത്വം. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് കത്തിൽ. വിശദീകരണം ലഭിച്ച ശേഷം നടപടിക്ക് സാധ്യത. തൃശൂർ എരുമപ്പെട്ടിയിൽ വൃദ്ധയെ തെരുവ് നായ കടിച്ചുകൊന്നു. മരിച്ചത് കിടപ്പുരോഗിയായ കാർത്യായനി. നായയുടെ ആക്രമണം വീടിനുള്ളിൽ കയറി. മകനും ഗുരുതര പരിക്കേറ്റു. ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി BCCI മുൻ ചീഫ് സെലക്ടർ സന്ദീപ് പാട്ടീൽ. മോശം ഫോമിനെ തുടർന്ന് 2012-ൽ സച്ചിൻ ടെണ്ടുൽക്കറെ ഇന്ത്യൻ ടീമിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചു. വിവരമറിയിച്ചപ്പോൾ സച്ചിൻ അമ്പരന്നുവെന്നും സന്ദീപ് പാട്ടീൽ.
സംസ്ഥാനത്ത് ചൂട് കൂടുമെന്ന് മുന്നറിയിപ്പ്. താപനില ഉയരും. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കണ്ണൂരും കാസർഗോഡും ഉയർന്ന ചൂടിന് സാധ്യത. സ്റ്റോറി ഓഫ് ദ ഡേ: കത്തുന്ന ചൂടിൽ പറവകൾക്കാശ്വാസമായി ഈ പാനപാത്രം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ 6 പതിറ്റാണ്ട് നെഞ്ചിലെത്തിയ ജി സുധാകരൻ ഇനി CPM-നൊപ്പമില്ല. പാർട്ടി വിട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപനം. അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുമെന്ന് സുധാകരൻ വാർത്താസമ്മേളനത്തിലൂടെ പ്രഖ്യാപിക്കുകയായിരുന്നു. അതേസമയം മറ്റു മുന്നണികളുമായി സഹകരിക്കില്ലെന്നും ജി സുധാകരൻ വ്യക്തമാക്കുന്നു. ഒരാഴ്ച നീണ്ടുനിന്ന മൗനം വെടിഞ്ഞ് വെള്ളപ്പേപ്പറിൽ എഴുതി തയ്യാറാക്കിയ കുറിപ്പുമായാണ് ജി സുധാകരൻ മാധ്യമങ്ങളെ കണ്ടത്. പുന്നപ്രയിലെ വസതിയിൽ നടന്ന വാർത്താസമ്മേളനം മണിക്കൂറുകൾ നീണ്ടു. 63 വർഷം നീണ്ടുനിന്ന രാഷ്ട്രീയ ജീവിതത്തിന്റെ ഏടുകൾ വിശദീകരിച്ചായിരുന്നു തുടക്കം. പാർട്ടിക്കുള്ളിലെ പൊളിറ്റിക്കൽ ക്രിമിനൽസിനെതിരെ തുറന്നടിച്ച അദ്ദേഹം പാർട്ടി വിട്ടുവെങ്കിലും പാർട്ടിയുടെ ആദർശങ്ങളും ആശയങ്ങളും തള്ളിപ്പറയാൻ തയ്യാറായില്ല. തിരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെങ്കിലും ആരുടെയും പിന്തുണ തേടില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായോ UDF-മായോ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നും സുധാകരൻ പറഞ്ഞു. ഈ അവമാനം, ഈ പാർട്ടിക്ക് യോജിക്കാത്ത പെരുമാറ്റം, പാർട്ടിയെപ്പറ്റി അറിയാത്തവർ പാർട്ടി വക്താക്കളായി വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്, ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി, ആ സ്ഥിതിയിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ ഒഴിവായി. 2-3 ആഴ്ചയായി. പുതുക്കി പാർട്ടി മെമ്പറല്ല, അത്രയേ ഉള്ളൂ. ഞാൻ സ്വതന്ത്രനായി ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു. ആ കാര്യം അറിയിക്കും. അങ്ങനെ പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല. ഒരാളെയും വ്യക്തിഗത ചെയ്യില്ല. എന്നെ വ്യക്തിഗത ചെയ്താൽ അവരെ ജനങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിക്കൊള്ളും. ഞാനിപ്പോൾ ആരുടെയും പിന്തുണയ്ക്ക് പോയിട്ടില്ല. ഒരാളുടെയും പിന്തുണ, ഒരാളുടെയും സ്ഥാനാർത്ഥികളെ സ്വതന്ത്രമാണ്. പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെയല്ല താൻ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞ സുധാകരൻ CPM നേതാക്കളാരും തന്നെ അനുനയിപ്പിക്കാനോ പ്രത്യേക ദൗത്യവുമായോ സമീപിച്ചിട്ടില്ല എന്നും കൂട്ടിച്ചേർത്തു. സ്ഥാനാർത്ഥി പിന്തുണയുമായി ആരും വന്നിട്ടില്ല. പിന്തുണ സ്വീകരിക്കുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ല. അത് പിന്തുണയുടെ സ്വഭാവം പോലെ ഇരിക്കുമെന്നും സുധാകരൻ പറഞ്ഞു. ആരും നിർബന്ധിച്ചിട്ടല്ല പാർട്ടിയിൽ ചേർന്നത്. പാർട്ടിക്ക് വേണ്ടി ജീവിച്ചയാളാണ് താൻ. എന്നാൽ ഇപ്പോൾ പാർട്ടി അംഗത്വം ഒഴിയുകയും പാർട്ടി വിടുകയും ചെയ്തു. പാർട്ടിക്കുള്ളിൽ നിന്ന് പാർട്ടിയെ ചതിക്കുകയല്ല, പാർട്ടിയിൽ നിന്ന് മാറിക്കൊടുക്കുകയാണ്. താൻ കാരണം പാർട്ടിക്ക് ഇനി തലവേദനയില്ല എന്നും സുധാകരൻ പറഞ്ഞു. VS അച്യുതാനന്ദൻ കഴിഞ്ഞാൽ ജില്ലയിലെ തലമുതിർന്ന നേതാവായ സുധാകരൻ പാർട്ടിക്കെതിരെ അമ്പലപ്പുഴയിൽ ജനവിധി തേടുമ്പോൾ പോരാട്ടം കനക്കുമെന്നുറപ്പാണ്. സർക്കാരിനെ വിമർശിക്കാതെ പ്രചാരണം നടത്തുമെന്ന് സുധാകരൻ വ്യക്തമാക്കുമ്പോൾ അനുഭവസമ്പത്തിന്റെ പാഠവുമായി തിരഞ്ഞെടുപ്പിനിറങ്ങുന്ന സുധാകരനെ പ്രതിരോധിക്കാൻ CPM-ന് വിയർക്കേണ്ടി വരും. അമൃത ന്യൂസ്, ആലപ്പുഴ. അങ്ങനെ പാർട്ടിയുടെ തലവേദന മാറ്റാൻ പാർട്ടി വിട്ട് സ്വയം പടിയിറങ്ങുന്ന ജി സുധാകരൻ എന്ന അതികായകനെ അങ്ങനെ വർഗവഞ്ചകനിൽ നിന്നും മുദ്രകുത്താൻ ഈ നിർണായക തിരഞ്ഞെടുപ്പ് വേളയിൽ CPM സംസ്ഥാന നേതൃത്വം തയ്യാറാകുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. എടുത്തു പറയേണ്ടത് ദൗർഭാഗ്യകരമാണ് എന്ന് ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞതൊഴിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും നിശബ്ദതയ്ക്ക് പോലും ഏറെ പ്രാധാന്യമുണ്ട്. ജി സുധാകരനെതിരായ ജില്ലാ ഘടകങ്ങളിലെ പ്രതിഷേധങ്ങളെ വൈകാരികമായി മാത്രം കണ്ടാൽ മതിയെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. കോൺഗ്രസ് പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിച്ചാൽ CPM-നുണ്ടാകുന്ന ആഘാതത്തെ ഗൗരവത്തോടെ തന്നെ നേതൃത്വം നിരീക്ഷിക്കുകയാണ്. ഏറെക്കാലമായി പാർട്ടിയുമായി ഇണങ്ങിയും പിണങ്ങിയും കഴിയുന്ന ജി സുധാകരനിൽ നിന്ന് ഒരിക്കൽ ഇങ്ങനെയൊരു പൊട്ടിത്തെറി CPM ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഒരു തിരഞ്ഞെടുപ്പ് വേളയിൽ തന്റെ തട്ടകത്ത് സ്വതന്ത്രനായി മത്സരിച്ച് വിസ്ഫോടനമുണ്ടാക്കുമെന്ന് നേതൃത്വം ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. VS അച്യുതാനന്ദന് ശേഷം ആലപ്പുഴ നെഞ്ചിലേറ്റിയ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവായ ജി സുധാകരൻ പാർട്ടി വിട്ട് പുറത്തുപോകുന്ന നിർണായക സമയത്തെയാണ് CPM ഭയപ്പെടുന്നത്. ഒരിക്കൽ ആലപ്പുഴ എന്നാൽ ജി സുധാകരനും, ജി സുധാകരൻ എന്നാൽ ആലപ്പുഴയും എന്ന കാലം പാർട്ടിക്കുണ്ടായിരുന്നു. VS-നൊപ്പം അനുയായി വൃന്ദമായി നിൽക്കുകയും അതേ അണികളെ പിന്നീട് പിണറായിക്കൊപ്പം അടുപ്പിക്കാനും ജില്ലയിൽ കെൽപ്പുണ്ടായിരുന്ന ഒരേയൊരു നേതാവ്. ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് VS ഇറങ്ങി വന്ന നിമിഷം കൂടെ ഇറങ്ങിയ നേതാവിന് പക്ഷേ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം മറ്റൊന്നായിരുന്നു: ജില്ലയിലെ വിഭാഗീയത തടയുക. അത് കൃത്യതയോടെ നിറവേറ്റുകയും ചെയ്തു. MV രാഘവനും ഗൗരിയമ്മയ്ക്കും ചാർത്തിയ വർഗവഞ്ചകനെന്ന വിളിപ്പേര് വർഷങ്ങൾക്കിപ്പുറം ജി സുധാകരന് നൽകാൻ പാർട്ടിക്ക് കഴിയുകയുമില്ല. കരുതലോടെയാണ് നേതൃത്വത്തിന്റെ പ്രതികരണം. ഈ സുധാകരന് ബന്ധപ്പെടാൻ സാധിക്കുക ഒരു സംശയവും വേണ്ട. ഈ സുധാകരൻ്റെ മനസ്സതിന് വിധേയമാകില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ ജെ സുധാകരൻ മത്സരിക്കും
വിലയിരുത്തുകയോ ചെയ്യേണ്ടത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായം. എന്നാൽ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന പ്രതികരണം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നോ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനിൽ നിന്നോ ഇതുവരെ ഇല്ല. അതേസമയം ആലപ്പുഴയിൽ നിന്നുയരുന്ന പ്രതിഷേധത്തെ വൈകാരിക പ്രകടനമായി മാത്രം ഒതുക്കാനാകുമോ എന്ന ചോദ്യവും ഉയരുന്നു. വാർത്താ സമ്മേളനത്തിന് പിന്നാലെ G സുധാകരന്റെ വീടിനു ചുറ്റും വർഗവഞ്ചകൻ എന്ന പോസ്റ്ററുകൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഏരിയ കമ്മിറ്റിയും കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. G സുധാകരൻ സാർ ഇപ്പോൾ എടുത്തിട്ടുള്ള നിലപാട് യഥാർത്ഥത്തിൽ പാർട്ടിയെയും LDFനെയും ദുർബലപ്പെടുത്തുന്ന നിലപാടാണ്. ഒരുപക്ഷെ ആരാധ്യനായ VS പോലും ഇത്രയും പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ടാവില്ല. അത്രയും പരിഗണന കിട്ടിയ ഒരാൾ അദ്ദേഹം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാം. ഇതുപോലെ ഒരാൾ പാർട്ടിയെ ചതിച്ച് ഇങ്ങനെ നിലപാടിലേക്ക് എത്തിയാൽ എങ്ങനെയാണ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുപോലെ വരുന്ന ആളുകളെ നേരിടേണ്ടതെന്നുള്ള കാര്യം സഖാവ് G സുധാകരൻ തന്നെ മുൻകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റായി ഇരിക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വതന്ത്രനായി മത്സരിക്കുന്ന G സുധാകരൻ ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല കേരളമാകെ ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ CPM-നുണ്ടാക്കുന്ന കനത്ത ആഘാതത്തെ എങ്ങനെ മറികടക്കാമെന്നാണ് നേതൃത്വം ആലോചിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപക്ഷെ സംഭവിക്കാൻ പോകുന്ന ആ വലിയ വിസ്മയങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് നമ്മൾ മറന്നു കാണില്ല. G സുധാകരനിലൂടെ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് UDFന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വിസ്മയത്തെ പക്ഷേ കോൺഗ്രസ് അതീവ ജാഗ്രതയോടെ വീക്ഷിക്കുകയാണ്. ഈ സാഹചര്യമെല്ലാം നിരീക്ഷിച്ച ശേഷം മാത്രമാകും തീരുമാനമെങ്കിലും അമ്പലപ്പുഴ സീറ്റ് ഒഴിച്ചിട്ട് പരവതാനി വിരിച്ച് കാത്തിരിക്കുകയാണ് നേതാക്കൾ. പക്ഷേ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവിനോടുള്ള കരുതൽ മറച്ചുവെക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് ഒട്ടു കഴിയുന്നുമില്ല. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതിനപ്പുറം മറ്റൊരു വിസ്മയം UDFനുണ്ടോ എന്ന ചോദ്യം പോലും പ്രസക്തമല്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഏറ്റവും വലിയ ഇന്ധനമായി സാക്ഷാൽ G സുധാകരൻ തന്നെ കളത്തിലിറങ്ങുകയാണ്. ഒരു പാർട്ടിയോടും സംസാരിച്ചിട്ടില്ല എന്ന് സുധാകരൻ പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ഇതിനോടകം പലവട്ടം ആശയവിനിമയം നടത്തിയിരുന്നു. പക്ഷേ ഉറപ്പായ മറുപടി ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന അത്ഭുതത്തിനായി അമ്പലപ്പുഴ സീറ്റ് പണ്ടേ ഒഴിച്ചിട്ടിരിക്കുകയാണ് നേതാക്കൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ പലരും എന്നെ പരിഹസിച്ചു. ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ കൂടെ നിൽക്കില്ല. നല്ല കമ്മ്യൂണിസ്റ്റുകാരുള്ള സംസ്ഥാനമാണ് കേരളം. നല്ല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുള്ള സ്ഥലമാണ്, നേതാക്കളുള്ള സ്ഥലമാണ് കേരളം, സംശയമൊന്നുമില്ല കാര്യത്തിൽ. പക്ഷെ അവരെല്ലാം പാർട്ടിയുമായി അകലെയാണ്. ഇടതുപക്ഷ സഹയാത്രികർ പൂർണ്ണമായി തന്നെ CPM-മായി അകന്നു കഴിഞ്ഞു. പാർട്ടിയിലെ നല്ല ആളുകൾ, നല്ല നേതാക്കൾ, നല്ല മെമ്പർമാർ അവരിൽ നിന്ന് പോവുകയാണ്. കാരണം അവരുടെ ഇന്നത്തെ സംസ്കാരം എന്ന് പറയുന്നത് തീവ്ര വലതുപക്ഷ സംസ്കാരമാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ സ്വതന്ത്രനായി നിൽക്കുന്നതിനുള്ള വാർത്ത ഇപ്പോൾ കേട്ടു. പക്ഷെ അത് ആ കാര്യത്തിൽ എന്ത് വേണമെന്നുള്ളത് പാർട്ടിയും UDFും ആലോചിച്ച് നിലപാട് സ്വീകരിക്കേണ്ട കാര്യമാണ്. അത് പാർട്ടി നേതൃത്വവും UDF നേതൃത്വവും കൂട്ടായി ചർച്ച ചെയ്ത് ആ കാര്യത്തിൽ തീരുമാനമെടുക്കും. അദ്ദേഹത്തെ പോലൊരു പൊതുപ്രവർത്തകൻ നിയമസഭയിൽ വരേണ്ടത് നല്ല കാര്യമാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. സ്വതന്ത്രനായി മത്സരിക്കുന്ന G സുധാകരൻ തന്നെയാകും തിരഞ്ഞെടുപ്പിൽ CPM-നെതിരായ UDFന്റെ ഏറ്റവും വലിയ പ്രചാരണ ആയുധം. എന്നാൽ G സുധാകരൻ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമോ എന്നതിലാണ് UDFന്റെ ആകാംക്ഷ. ഫോണിലൂടെയും അല്ലാതെയും നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ട്. വ്യക്തത വന്നാൽ UDFന്റെ പ്രഖ്യാപനമുണ്ടാകും. നിലവിൽ അമ്പലപ്പുഴയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ അനുനയിപ്പിച്ച G സുധാകരന്റെ വരവേൽപ്പിനായി തയ്യാറെടുക്കുകയാണ് UDF. അമൃത ന്യൂസ്, തിരുവനന്തപുരം. G സുധാകരനെതിരെ ജില്ലാ നേതൃത്വത്തിന്റെ പ്രതിഷേധം നാളെ മുതൽ ഒരുപക്ഷേ വളരെ ശക്തമാകുമ്പോൾ, കൂടുതൽ ശക്തമാകുമ്പോൾ CPM സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് എന്താകുമെന്നതിൽ ഏവർക്കും ആകാംക്ഷയുണ്ട്. അതേസമയം അഴിമതി തൊട്ടു തീണ്ടിയിട്ട് പോലുമില്ലാത്ത G സുധാകരനെ പോലുള്ള ഒരു നേതാവിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പാർട്ടിയായി മാറി എന്നതടക്കം നിരവധി ചോദ്യങ്ങൾക്ക് ഒരുപക്ഷേ നേതൃത്വം മറുപടി പറയേണ്ടി വരും. അൻഫിൽ ഡിസൂസ ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അൻഫിൽ, താൻ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾ ഒരിക്കലും കൈവിടില്ല, പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയോ സർക്കാരിനെയോ ഒന്നും കുറ്റം പറയാതെ സ്വതന്ത്രനായി പാർട്ടിയുടെ തലവേദന കുറയ്ക്കാനായി പുറത്തേക്ക് വന്നു. സ്വതന്ത്രനായി നിൽക്കുമെന്ന പ്രഖ്യാപനം വരുമ്പോൾ ഒരുപക്ഷെ കോൺഗ്രസ് തന്നെ കൂടുതൽ കൺഫ്യൂഷനിലാണ്. കൃത്യമായൊരു നിലപാട് സുധാകരൻ ഇനിയും പറയുന്നില്ല എന്നത് അതിനേക്കാളൊക്കെ ആകാംക്ഷയാണ്. ഒരുപക്ഷെ VD സതീശൻ സൂചിപ്പിച്ചതുപോലെ അഴിമതി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത അല്ലെങ്കിൽ കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ എന്തുകൊണ്ട് CPM എന്ന പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ മാറി? ഇതടക്കം നിരവധി ചോദ്യങ്ങൾക്ക് ഒരുപക്ഷേ മറുപടി നൽകേണ്ടതുണ്ട്.
തീർച്ചയായും ഇപ്പോൾ ജി സുധാകരനെതിരെ പ്രാദേശിക ഘടകങ്ങൾ, അതായത് ആലപ്പുഴയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ പ്രകടനങ്ങൾ പല ഭാഗത്തും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. നാളെ ആകുമ്പോൾ അത് വലിയ രീതിയിൽ ശക്തമായ പ്രകടനങ്ങളായി മാറും. ആ ആലപ്പുഴയിൽ ഉണ്ടാകുന്നത് വെറും ഒരു വൈകാരിക പ്രകടനം മാത്രമായി CPM-ന്റെ സംസ്ഥാന ഘടകത്തിന് എത്ര കണ്ട് നോക്കി നിൽക്കാനാകുമെന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. മാത്രവുമല്ല, ഈ പ്രാദേശിക ഘടകത്തിൽ നിന്നുണ്ടാകുന്ന വികാരങ്ങളൊക്കെ തന്നെയും അതിനെ അവഗണിച്ചിന് മുന്നോട്ട് പോകുമോ, അതോ അവർക്ക് അത്തരത്തിലുള്ള പ്രകടനങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ ഒരു മുന്നറിയിപ്പ് നൽകുമോ, അതോ ഈ പ്രാദേശിക ഘടകത്തിന്റെ വികാരങ്ങളെ അതേ മുഖവിലേക്ക് എടുത്തുകൊണ്ടൊരു കടുത്ത നടപടിയിലേക്കോ തീരുമാനത്തിലേക്കോ നിലപാട് ഏത് രീതിയിലാകും CPM വ്യക്തമാക്കുക എന്നുള്ളതൊക്കെയാണ് ഇനി നാളെ മുതൽ അറിയാൻ പോകുന്നത്. കാരണം ഈ ഒരു വിഷയത്തിൽ ഇതുവരെയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോ പ്രതികരിച്ചിട്ടില്ല എന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഇവരുടെ നിലപാടുകൾക്കാണ് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ജി സുധാകരനെ ചുറ്റിപ്പറ്റി ഇവരുടെ മറുപടികൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മറുപടികളാണ് ഇനി ഉണ്ടാവുക. അതേസമയം ജി സുധാകരനാകട്ടെ ഇന്ന് വാർത്താസമ്മേളനം നടത്തുമ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിന് ഒരു കരുതലുണ്ടായിരുന്നു. കാരണം അദ്ദേഹം താൻ അവസാനം വരെയും പാർട്ടിയുടെ അനുഭാവിയായി തന്നെ തുടരുമെന്ന് പറയുന്നത്. CPM സംസ്ഥാനത്തെയോ പാർട്ടിയോ അദ്ദേഹം തള്ളി പറയുന്നില്ല. പ്രാദേശിക ഘടകത്തിലെ ജില്ലാ ഘടകങ്ങളെ മാത്രമാണ് അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നത്. പിണറായി വിജയനെ അദ്ദേഹം പുകഴ്ത്തി പറയുകയും ചെയ്യുന്നുണ്ട്. പിണറായി 3ാം തവണ മുഖ്യമന്ത്രിയായാൽ സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ഒരു സമവായത്തിനുള്ള സാധ്യത അദ്ദേഹം പൂർണ്ണമായും അടയ്ക്കുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ പിണറായി വിജയൻ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകമാവുകയും ഏറ്റവും പ്രസക്തമാവുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ ഒരു ഇടപെടൽ അവസാന നിമിഷമെങ്കിലും പാർട്ടി നേതൃത്വത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായി ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അതല്ല അദ്ദേഹത്തിന്റെ വഴിക്ക് പൊക്കോട്ടെ എന്നൊരു നിലപാടാണ് എടുക്കുന്നതെങ്കിൽ ഉറപ്പായും പാർട്ടി കനത്ത തിരിച്ചടി തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അഴിമതി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ജി സുധാകരനെ പോലൊരു മന്ത്രി, അദ്ദേഹത്തെ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, അദ്ദേഹത്തെ പോലുള്ള നേതാവിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത പാർട്ടിയായി CPM അധപതിച്ചു എന്നൊരു ചോദ്യം ഉയരും. ഒപ്പം തന്നെ സൈബർ ഇടങ്ങളിലെ ആക്രമണങ്ങളാണ് ജി സുധാകരൻ അത്രയേറെ വേദനിപ്പിച്ചത്. അത്തരത്തിലുള്ള ആക്രമണങ്ങളെ അതിനെപ്പോലെ നിയന്ത്രിക്കാൻ പാർട്ടിക്ക് കഴിയാതെ വന്നോ, ഇതടക്കമുള്ള നിരവധി ചോദ്യങ്ങൾക്കാകും ഇനി വരുന്ന ആളുകൾ ഈ പ്രചാരണ വേളയിൽ ഉടനീളം CPM മറുപടി പറയുക. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ നാളെ എന്നത് ഏറ്റവും നിർണായകമാണ്. ജി സുധാകരന്റെ വിഷയത്തിൽ CPM ഒരു സമവായത്തിനുള്ള സാധ്യത തുറക്കുമോ, അതോ ആ അധ്യായം പൂർണ്ണമായും അടയ്ക്കുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഇനി നാളെയാണ് ഉത്തരം ലഭിക്കുക. സ്വപ്ന. തീർച്ചയായും ജി സുധാകരൻ എന്ന കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പുറത്തേക്കുള്ള ഈ ഒരു പോക്കിന് പക്ഷേ പാർട്ടി കൂടി കൃത്യമായ മറുപടി നൽകേണ്ടി വരും. പക്ഷേ അതിനേക്കാളൊക്കെ സർക്കാരിനെ ഒരു കുറ്റവും പറയാത്ത, പാർട്ടിയെ ഒരു കുറ്റവും പറയാത്ത, കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾ ഇനിയും പിന്തുടരുമെന്ന് പറയുന്ന ജി സുധാകരൻ എന്തു പറഞ്ഞ് തൻ്റെ സ്വത്തും അമ്പലപ്പുഴയിലെ ജനങ്ങൾക്ക് മുന്നിൽ എങ്ങനെ ന്യായീകരിച്ച് വോട്ട് ചോദിക്കുമെന്നൊക്കെയാണ് നമ്മളിനി കണ്ടറിയേണ്ടത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ അങ്ങ് ഇറാനിലോ ഗൾഫ് മേഖലയിലോ മാത്രമല്ല ഇന്ത്യയടക്കം ലോകരാജ്യങ്ങളിലെല്ലാം പ്രതിഫലിച്ചു തുടങ്ങി. രാജ്യത്ത് പാചകവാതക സിലിണ്ടറുകളുടെ ലഭ്യത കുറഞ്ഞതോടെ ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. സംസ്ഥാനത്തെത്തിയാൽ പല റെസ്റ്റോറന്റുകളും ഹോട്ടലുകളും ഇതിനോടകം തന്നെ താഴെ വീഴുന്ന അവസ്ഥയിലുമാണ്. മേഖലയിലെ ഈ ജീവനക്കാർ തൊഴിൽ നഷ്ടപ്പെടുന്ന ഭീതിയിൽ തുടരുന്നു. അത് ഏറ്റവും വലിയ കഷ്ടമാണ്, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് അതിരൂക്ഷമായ പാചകവാതക പ്രതിസന്ധിയാണ് നേരിടുന്നത്. സംസ്ഥാനത്തെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളിൽ പലതും ഇതിനോടകം അടച്ചുപൂട്ടി. ബാക്കിയുള്ള ഹോട്ടലുകളിൽ ഇനി 1-2 ദിവസത്തേക്ക് കൂടിയുള്ള പാചകവാതകമേ അവശേഷിക്കുന്നുള്ളൂ. അടച്ചുപൂട്ടുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. ഇപ്പം ഗ്യാസ് കിട്ടൊക്കെ ഇല്ല, ഇനി നാളെ കടയടയ്ക്കണം. കടയടയ്ക്കാൻ വേണ്ടി ഗ്യാസ് വന്നാലേ തുറക്കാൻ പറ്റും. 10 സിലിണ്ടർ ഗ്യാസ് വരെ കിട്ടിക്കൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ 2 സിലിണ്ടർ കിട്ടുന്നുള്ളൂ, 1-2 കിട്ടുന്നുള്ളൂ. ഇവിടെ വിറവ് കത്തിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. എങ്കിൽ കൂടെയും ട്രസ്റ്റിന് നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്ത് അനുവദിച്ചാൽ മാത്രം, എന്നാലും ബുദ്ധിമുട്ടാണ്. ഇന്നും നാളെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ളതുണ്ട്. എന്നാലും അത് കരുതലായിട്ടാണ്. ഇപ്പോൾ ഇന്ന് തന്നെ മീൽസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, കാരണം ഒരുപാട് ഗ്യാസ് ആവുന്നതാണ് മീൽസ് വയ്ക്കാൻ. അപ്പോൾ അതുകൊണ്ട് അത് തൽക്കാലം അത് ചെയ്തില്ല. അല്ലാതെ ചായയും അങ്ങനെയുള്ള കാര്യത്തിലേക്കാണ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നാളെയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായ പ്രതിസന്ധിയിലേക്കാവും. ഒരു 10-20 തൊഴിലാളി ഞങ്ങളിവിടെ ഉണ്ട്. ഞങ്ങൾക്കെല്ലാം ഒരു ബുദ്ധിമുട്ടായി മാറും. താൽക്കാലികമായി പല ഹോട്ടലുകളും വിറകടുപ്പിനെ ആശ്രയിക്കുന്ന സ്ഥിതിയാണ്. അടച്ചുപൂട്ടലിലേക്ക് കടന്നാൽ തൊഴിലാളികളുടെ കാര്യവും പ്രതിസന്ധിയിലാകും. നല്ല പ്രതിസന്ധിയാണ്. കാരണം ഇപ്പം നമുക്ക് ഗ്യാസ് കിട്ടാറില്ല. ഇപ്പം ഇന്ന് ഇതുവരെ ആയിട്ട് ഗ്യാസ് കിട്ടിയിട്ടില്ല. ഭയങ്കര കുറച്ച് വിറകൊക്കെ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്ത്, പിന്നെ നമ്മൾ മെനുവൊക്കെ ഷോർട്ട് ചെയ്ത് വളരെ കുറച്ച് ഐറ്റംസ് വെച്ചാണ് നല്ലോണം ബുദ്ധിമുട്ടാണ്. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിതരണം തടസ്സപ്പെടില്ലെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുമ്പോഴും വാണിജ്യ മേഖലയിൽ അനിശ്ചിതത്വം തുടരുകയാണ്. പാചകവാതക പ്രതിസന്ധി സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യമൊട്ടാകെ തന്നെ രൂക്ഷമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പല ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഇതിനോടകം തന്നെ അടച്ചുപൂട്ടിക്കഴിഞ്ഞു.
അവശേഷിക്കുന്നവയും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. ഇതിന് എന്താണ് പരിഹാരമാർഗമെന്നറിയാതെ നെട്ടോട്ടമോടുകയാണവർ. ക്യാമറാമാൻ സുരേഷിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതിരൂക്ഷമായി പാചകവാതക പ്രതിസന്ധി സംസ്ഥാനത്ത് തുടരുമ്പോൾ വാണിജ്യ സിലിണ്ടർ ലഭ്യത കുറഞ്ഞത് ഹോട്ടൽ കാറ്ററിംഗ് മേഖലയിൽ വലിയ രീതിയിൽ ആശങ്കയിലാഴ്ത്തുന്നു. അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടതും. പ്രതിസന്ധിയെ തുടർന്ന് നിരവധി കടകൾ താൽക്കാലികമായി പൂട്ടി വിവാഹ ചടങ്ങുകൾ ഉൾപ്പെടെ മാറ്റിവെക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഇതിനിടെ സിലിണ്ടർ പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും വ്യാപകമാണെന്നും വ്യാപാരികൾ ആരോപിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ ഇന്ത്യയും അത് പ്രത്യക്ഷത്തിൽ തന്നെ ബാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. പാചകവാതക വിതരണ മേഖലയിൽ കടുത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. ഗാർഹിക ആവശ്യങ്ങൾക്കും വാണിജ്യ ആവശ്യങ്ങൾക്കുമുള്ള പാചകവാതക സിലിണ്ടറുകൾ ഇപ്പോൾ ലഭിക്കാനില്ല. ഇതുമൂലം കാറ്ററിംഗ് ഉൾപ്പെടെ റെസ്റ്റോറൻറ്റ് ഉൾപ്പെടെയുള്ള മേഖലകൾ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നമ്മളോടൊപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രതിനിധികൾ നമ്മളോടൊപ്പം ചേർന്നു. നിലവിൽ കടുത്ത പ്രതിസന്ധിയിലേക്ക് ഈ മേഖല കൂപ്പുകുത്തുകയാണ്. എന്താണ് നിങ്ങളുടെ ഒരു കാറ്ററിംഗ് മേഖല ഇപ്പം നല്ല ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കൊമേഴ്സ്യൽ ഗ്യാസ് നമുക്കിപ്പം ലഭ്യത വളരെയേറെ കുറഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ സീസൺ ടൈമാണ് വരാൻ വേണ്ടി പോകുന്നത്. ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പാചകം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓഡിറ്റോറിയങ്ങളിൽ ഇപ്പം വിറക് കൊണ്ട് പാചകം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പം കൊമേഴ്സ്യൽ ഗ്യാസിനെയാണ് കൂടുതലായും കാറ്ററിംഗ് മേഖല ആശ്രയിക്കുന്നത്. ഏകദേശം 40,000-ഓളം ആളുകൾ ഈ മേഖലക്കകത്ത് ജോലി ചെയ്യുന്നുണ്ട്. നിരവധി കാറ്ററിംഗ് മേഖല കേരളത്തിലുടനീളം തൊഴിലും ഉപതൊഴിലും നൽകിക്കൊണ്ട് ഈ മേഖല പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പം വലിയൊരു പ്രതിസന്ധിയാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാചകവാതകം ലഭ്യത കുറഞ്ഞു വരികയാണ്. അതോടൊപ്പം തന്നെ പാചകവാതകത്തിൻ്റെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വില വർധനവും ഞങ്ങളെ വല്ലാത്ത രീതിയിൽ ബാധിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ LPG ക്ഷാമത്തെ നേരിടാൻ അടിയന്തരമായി എന്തൊക്കെ നടപടികൾ ചെയ്യാൻ സാധിക്കും? അത്തരം നടപടികളുമായെല്ലാം സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ആശുപത്രി, സ്കൂളുകൾ എന്നിവയ്ക്കാണ് ഇതിലെല്ലാം പ്രഥമ പരിഗണന നൽകുക. ഉപയോഗമൊക്കെ നിരീക്ഷിക്കാൻ, LPG ഗ്യാസ് സിലിണ്ടറിൻ്റെ ഉപയോഗം നിരീക്ഷിക്കാൻ മോണിറ്ററിംഗ് കമ്മിറ്റിയെ നിയോഗിക്കുന്നുണ്ട്. പാചകവാതക പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നു. അതിലെടുത്തതാണ് ഈ സുപ്രധാന തീരുമാനങ്ങളെല്ലാം. സംസ്ഥാനത്തെ കടുത്ത പാചകവാതക ക്ഷാമം തടയാൻ മുൻഗണനാക്രമം നിശ്ചയിക്കാനും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയാൻ എൻഫോഴ്സ്മെന്റ് സംഘം രൂപീകരിക്കാനും ഉന്നതതല യോഗം തീരുമാനിച്ചു. വ്യാവസായിക ഗാർഹിക ഉപയോഗങ്ങൾക്ക് ആവശ്യമായ പാചകവാതക സിലിണ്ടറുകളുടെ ദിനംപ്രതിയുള്ള ഉപഭോഗം, വിതരണം എന്നിവ നിരീക്ഷിക്കാൻ സംസ്ഥാനാടിസ്ഥാനത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കും. ആശുപത്രികൾ, വൃദ്ധസദനങ്ങൾ, അനാഥാലയങ്ങൾ, സ്കൂളുകൾ, ജനകീയ അടുക്കളകൾ അടക്കമുള്ളവർക്ക് മുൻഗണന നിശ്ചയിക്കും. ക്ഷാമം മൂലം ശ്മശാനങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുന്ന യാതൊരു സാഹചര്യവും ഉണ്ടാവാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. മണ്ണെണ്ണ വിതരണം കൂട്ടാനുള്ള നടപടികൾ കാര്യക്ഷമമാക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പ് നടപടിയെടുക്കും. ഗാർഹിക സിലിണ്ടറുകൾ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയാൻ റവന്യൂ, സിവിൽ സപ്ലൈസ്, പോലീസ്, പാചകവാതക കമ്പനി പ്രതിനിധികൾ ഉൾപ്പെട്ട എൻഫോഴ്സ്മെന്റ് സംഘം പരിശോധന ശക്തമാക്കും. സിലിണ്ടറുകളുടെ പരിധി ഉയർത്താൻ കേന്ദ്ര സർക്കാരിനോട് കേരളം ആവശ്യപ്പെടും. മന്ത്രിമാരായ GR അനിൽ, KN ബാലഗോപാൽ, MP രാജേഷ്, ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പക്ഷേ ഈ രാജ്യത്ത് ഇന്ധനക്ഷാമമില്ല എന്നും ബദൽ മാർഗങ്ങളിലൂടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി എത്തിക്കുന്നുണ്ട് എന്നുമാണ് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഇന്ന് വ്യക്തമാക്കിയത്. പരിഭ്രാന്തിയുടെ ആവശ്യമില്ലെന്നും കേന്ദ്രമന്ത്രി ലോക്സഭയിൽ പറഞ്ഞു. അതേസമയം പശ്ചിമേഷ്യൻ യുദ്ധം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ ബാധിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ആരോപിച്ചു. ഊർജ്ജ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം പ്രതിഷേധം നടത്തി. രാജ്യത്ത് ഇന്ധന പ്രതിസന്ധിയില്ലെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ലോക്സഭയിൽ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷം അന്താരാഷ്ട്ര തലത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കി. എന്നാൽ ഇന്ത്യ ബദൽ മാർഗങ്ങളിലൂടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി എത്തിക്കുന്നുണ്ട്. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, വിമാന ഇന്ധനം എന്നിവയ്ക്ക് നിലവിൽ ക്ഷാമമില്ലെന്നും LPG ഉൽപ്പാദനം കഴിഞ്ഞ 5 ദിവസത്തിനിടെ 28% വർദ്ധിപ്പിച്ചതായും അദ്ദേഹം അറിയിച്ചു. അനാവശ്യ പരിഭ്രാന്തി വേണ്ടെന്നും പെട്രോളിയം മന്ത്രി ലോക്സഭയിൽ വ്യക്തമാക്കി. Diesel, kerosene, ATF or fuel oil. The availability of petrol, diesel, aviation, turbine fuel, kerosene and fuel oil is fully assured. Retail outlets across the country are stocked and supply chains for these products are functioning normally. പശ്ചിമേഷ്യയിലെ യുദ്ധം ഊർജ്ജ സുരക്ഷയെ ഗുരുതരമായി ബാധിക്കുമെന്നായിരുന്നു ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. LPG വിതരണത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തിയുണ്ട്. പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ജെഫ്രി എപ്സ്റ്റീന്റെ സുഹൃത്താണെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്നും രാഹുൽ പറഞ്ഞു.
രാഹുലിന്റെ പരാമർശം സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്തർക്കത്തിന് കാരണമായി. നോട്ടീസ് നൽകിയ വിഷയത്തിൽ മാത്രം സംസാരിക്കാൻ സ്പീക്കർ ഓം ബിർള രാഹുലിനോട് നിർദ്ദേശിച്ചു. ആരൊക്കെ എതിർത്താലും ലോക്സഭ നിയമങ്ങൾക്കനുസൃതമായി തന്നെ പ്രവർത്തിക്കുമെന്ന് അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ട ശേഷം ആദ്യമായി ലോക്സഭയിലെത്തിയ സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കായി സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കുന്നു. ഡൽഹിയിൽ നടന്ന NXT ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യം എല്ലാ മേഖലകളിലും സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുന്നതാണ് ഈ പ്രതിസന്ധി. കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യയെ ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തമാക്കാൻ സർക്കാർ സമഗ്രമായി പ്രവർത്തിച്ചുവെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. പെട്രോളിയത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന് ജൈവ ഇന്ധനമായ എത്തനോളിന് ഊന്നൽ നൽകി. ഇതുമൂലം വിദേശത്തു നിന്ന് വാങ്ങുന്ന എണ്ണയുടെ അളവ് കുറയ്ക്കാൻ സാധിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇതിനൊക്കെയിടയിലും പുറത്തുവരുന്ന ആശ്വാസകരമായ ഒരു വാർത്ത, ഇറാൻ US ഇസ്രയേൽ യുദ്ധം തുടങ്ങിയ ശേഷം ആ മേഖലയിൽ നിന്നുള്ള ആദ്യ കപ്പൽ, ലൈബീരിയൻ കപ്പൽ ഷെലോങ് സിയൂസ് മാക്സ് മുംബൈയിൽ നങ്കൂരമിട്ടു എന്നതാണ്. സൗദി അറേബ്യയിലെ റാസ് തമൂറ പോർട്ടിൽ നിന്നും ക്രൂഡ് ഓയിലുമായി മാർച്ച് 3 പുറപ്പെട്ട കപ്പലാണ് ഇപ്പോൾ മുംബൈയിലെത്തിയത്. 1,35,335 മെട്രിക് ടൺ ക്രൂഡ് ഓയിലാണ് 36 മണിക്കൂറിനുള്ളിൽ കിഴക്കൻ മുംബൈയിലെ മാഹുൽ റിഫൈനറിയിലേക്ക് മാറ്റുക. രക്തസാക്ഷികളായവരുടെ രക്തത്തിന് പകരം വീട്ടുമെന്ന മുജ്തബ ഖമനി. ഇറാൻ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ സന്ദേശമാണ്, രാജ്യത്തെ സംബോധന ചെയ്ത സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണം തുടരുമെന്നും അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പുണ്ട്. ഹോർമൂസ് കടലിടുക്കിലും ഇറാഖിൻ്റെ ആഴക്കടൽ തുറമുഖമായ അൽഫോയ്ക്ക് സമീപവും ഇന്നും ഓയിൽ ടാങ്കറുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. 2 ഇന്ത്യൻ കപ്പലുകൾക്ക് ഇറാൻ ഇളവ് നൽകിയെന്ന വാർത്ത ഇതുവരെയും നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുകയോ തള്ളുകയോ ചെയ്തിട്ടില്ല. രക്തസാക്ഷികളായവരുടെ രക്തത്തിന് പകരം വീട്ടാൻ ഞങ്ങൾ മറക്കില്ല എന്ന മുന്നറിയിപ്പുമായി മുജ്തബ ഖമനയി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനിലൂടെയാണ് സന്ദേശം പുറത്തുവിട്ടത്. അയത്തുള്ള ഖമനയുടെ നിഴലായി പതിറ്റാണ്ടുകൾ ഇറാന്റെ രാഷ്ട്രീയ സൈനിക നീക്കങ്ങൾക്ക് പിന്നിലെ ബുദ്ധികേന്ദ്രമായി പ്രവർത്തിച്ച മുജ്തബയുടെ ഈ വാക്കുകൾ ഒരു വെല്ലുവിളി കൂടിയാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരവേ ഇറാൻ കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നു എന്ന സൂചന കൂടിയാണ് ഇത്. ഇറാന്റെ ശത്രുക്കളെ സമ്മർദ്ദത്തിലാക്കാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുന്നത് തുടരുമെന്ന നിലപാടും വ്യക്തമാക്കി. അയൽ രാജ്യങ്ങളുമായുള്ള സൗഹൃദം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ തുടരുമെന്ന കർശന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. ഗൾഫിലെ US താവളങ്ങൾ അടച്ചുപൂട്ടും വരെ ആക്രമണം തുടരും. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരവേ ഹോർമൂസ് കടലിടുക്കും ഇറാഖിലെ ആഴക്കടൽ തുറമുഖമായ അൽഫോയ്ക്ക് സമീപവും ഓയിൽ ടാങ്കറുകൾക്ക് നേരെ ഇറാൻ സേന ആക്രമണം നടത്തി. സ്ഫോടക വസ്തുക്കൾ നിറച്ച ബോട്ടുകൾ ഉപയോഗിച്ചാണ് അൽഫോക് തുറമുഖത്തിന് സമീപം 2 എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നത്. US ഉടമസ്ഥയിലുള്ള കപ്പലുകൾക്ക് ആക്രമണത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായി. ഒരു കപ്പൽ ജീവനക്കാരൻ മരിച്ചതായും 38ഓളം പേരെ രക്ഷപ്പെടുത്തിയതായും ഇറാൻ ന്യൂസ് ഏജൻസി സ്ഥിരീകരിച്ചു. UAEക്ക് സമീപമാണ് മറ്റൊരു എണ്ണക്കപ്പൽ ആക്രമിക്കപ്പെട്ടത്. മേഖലയിൽ 3 ചരക്ക് കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതോടെ എണ്ണവില വീണ്ടും ബാരലിന് $100 മുകളിലേക്ക് ഉയർന്നു. അതേസമയം ഹോർമോസ് കടലിടുക്കിലെ 2 ഇന്ത്യൻ കപ്പലുകൾക്ക് കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകിയെന്ന വാർത്ത സ്ഥിരീകരിക്കാതെയും തള്ളാതെയും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യ നടത്തിയ ശക്തമായ നയതന്ത്ര ഇടപെടലുകൾക്ക് പിന്നാലെയാണ് ഇളവ് നൽകാൻ ഇറാൻ തയ്യാറായത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ. അമേരിക്ക, യൂറോപ്പ്, ഇസ്രയേൽ കപ്പലുകൾക്ക് വിലക്ക് തുടരുകയാണ്. ഇറാൻ നാവിക കപ്പലിന് കൊച്ചിയിൽ സുരക്ഷയൊരുക്കിയതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെയും ഫലമായാണ് ഇന്ത്യയോട് ഈ സമീപനം സ്വീകരിക്കാൻ ഇറാൻ തയ്യാറായത് എന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, അമൃത TV. എന്തായാലും GCC രാഷ്ട്രങ്ങൾക്ക് മേലുള്ള ഇറാന്റെ ആക്രമണം അവസാനിക്കുന്നേയില്ല. ദുബായിലും കുവൈറ്റിലും ബഹ്റൈനിലുമൊക്കെ ആക്രമണത്തിന്റെ ശ്രമങ്ങളുണ്ടായി. പലതും പ്രതിരോധിക്കുന്നുണ്ട്. ചെറിയ പെരുന്നാൾ ദിവസങ്ങളിലെ ഒത്തുചേരലുകൾക്കുമൊപ്പം ആഘോഷങ്ങൾക്കുമൊക്കെ കുവൈറ്റ് വിലക്ക് ഏർപ്പെടുത്തി. ദുബായ് ക്രീക്ക് ഹാർബറിലെ താമസ കേന്ദ്രത്തിന് നേരെ ഇന്ന് പുലർച്ചെ ആക്രമണ ശ്രമം ഉണ്ടായി. ദുബായ് ക്രീക്കിലെ ആഡംബര താമസ കേന്ദ്രങ്ങളിലൊന്നായ അഡ്ഡസ് ക്രീക്ക് ഹാർബർ ടവർ 2 നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചതിനെ തുടർന്നുണ്ടായ തീപിടുത്തം അണയ്ക്കാനായി എന്ന് ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു. ദുബായിൽ ഷെയ്ഖ് സായിദ് റോഡിലെ ഒരു കെട്ടിടത്തിന് മേലും ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചു. ഇറാഖിൽ US ഉടമസ്ഥതയിലുള്ള ഓയിൽ ടാങ്കർ സേഫ് സി വിഷ്ണുവിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടുവെന്ന് ബാഗ്ദാദിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. 15 ഇന്ത്യൻ ജീവനക്കാരെ രക്ഷപ്പെടുത്താനായി എന്നും എംബസി വ്യക്തമാക്കി.
കുവൈറ്റിൽ രാവിലെ താമസ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണ ശ്രമത്തിൽ 2 പേർക്ക് പരിക്കേറ്റതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. മറ്റു നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജ്യത്തുടനീളമുള്ള 6 ഓവർഹെഡ് പവർ ട്രാൻസ്മിഷൻ ലൈനുകൾ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തകരാറിലായി എന്ന് കുവൈറ്റ് വൈദ്യുതി ജല അതോറിറ്റി അറിയിച്ചു. ഇതേ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി തടസ്സമുണ്ടായി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയും ആക്രമണ ശ്രമം ഉണ്ടായി. ചെറിയ പെരുന്നാൾ അവധി ദിവസങ്ങളിലെ ഒത്തുചേരലുകൾക്കും ആഘോഷങ്ങൾക്കും കുവൈറ്റ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബഹ്റൈൻ വിമാനത്താവളത്തിന് സമീപത്തെ ഇന്ധന സംഭരണിക്ക് ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടിച്ചു. 2026 ഫെബ്രുവരി 28 വരെയുള്ള സന്ദർശക വിസകൾ 1 മാസത്തേക്ക് കൂടി നീട്ടി നൽകുമെന്ന് ബഹ്റൈൻ പാസ്പോർട്ട് താമസകാര്യ മന്ത്രാലയം അറിയിച്ചു. സിറ്റി ബാങ്കിന്റെ UAE ചില ബ്രാഞ്ചുകൾ മാർച്ച് 14 വരെ തുറന്നു പ്രവർത്തിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. അഭ്യൂഹങ്ങളും തെറ്റായ വാർത്തകളും പ്രചരിക്കുന്നതിനെ കരുതിയിരിക്കണമെന്ന് UAE നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പൊതുജനങ്ങൾക്ക് വീണ്ടും നിർദ്ദേശം നൽകി. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. SNDP യോഗം ജനറൽ സെക്രട്ടറി പദവി വെള്ളാപ്പള്ളി നടേശന്റെ കുടുംബസ്വത്താണോ? കാലാകാലങ്ങളായി പല തലങ്ങളിൽ നിന്നും ഉയരുന്നതാണ് ഈ ചോദ്യം. തുടർച്ചയായി അധികാര കസേരയിൽ തുടരുന്നതിനു വേണ്ടിയുള്ള കുറുക്കുവഴികൾ നിരവധി തേടി ഈഴവ സമുദായത്തിന്റെ മിശിഹയെന്ന് വാഴ്ത്തപ്പെട്ട വെള്ളാപ്പള്ളി യോഗം ഭാരവാഹിത്വത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ അനിവാര്യമായ പതനമെന്ന് വിലയിരുത്തുന്നവർ വിരളമല്ല. എന്തായാലും SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത് ഹൈക്കോടതിയാണ്. ബോർഡ് മെമ്പർമാരെ അടക്കം യോഗത്തിൽ നിന്നും ഈ SNDP യോഗത്തിൽ നിന്നും ഹൈക്കോടതി അയോഗ്യരാക്കി. കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനം കഴിഞ്ഞ 9 വർഷമായി വാർഷിക റിട്ടേൺ സമർപ്പിച്ചില്ല എന്ന് കണ്ടെത്തിയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. താൽക്കാലിക ഡയറക്ടർമാരെ നിയമിച്ച് ഭരണം നടത്താൻ സർക്കാരിന് കോടതി നിർദ്ദേശവും നൽകി. എന്തായാലും ഈ വിധിയിൽ കൈയും കെട്ടി നോക്കിയിരിക്കാൻ വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ ബോർഡ് മെമ്പർമാരോ തീരുമാനിച്ചിട്ടില്ല. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാനാണ് നിലവിലെ ഭരണസമിതിയുടെ നീക്കം. കമ്പനി നിയമം അനുസരിച്ച് വളരെ ചരിത്രപ്രധാനമായ ഒരു വിധിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. SNDP യോഗത്തിന്റെ കണക്കുകൾ 2006 മുതൽ കൃത്യമായി സമർപ്പിച്ചിട്ടില്ല. കമ്പനി നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള SNDP യോഗം എല്ലാ വർഷവും ഓഡിറ്റഡ് അക്കൗണ്ട് കൃത്യമായി സമർപ്പിക്കേണ്ടതാണ്. എന്നാൽ 2014 വരെയുള്ള കണക്കുകൾ സമർപ്പിക്കാത്തതിന് സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടുകൂടി രജിസ്ട്രാർ ഓഫ് ജനറൽ സഹായിച്ചതുകൊണ്ടുകൂടി ഫൈൻ അടച്ച് ഇതുവരെയുള്ള കണക്കുകൾ സമർപ്പിക്കാത്ത കാര്യങ്ങൾ SNDP യോഗം തീർപ്പാക്കി. അതിനുശേഷമാണ് MK സാനുമാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. 3 സാമ്പത്തിക വർഷം കൃത്യമായി കണക്കുകൾ സമർപ്പിക്കാതിരുന്നാൽ ഡയറക്ടർ ബോർഡ് അയോഗ്യരാകും. ഡയറക്ടർ ബോർഡുള്ള ആർക്കും തന്നെ പിന്നീട് 5 കൊല്ലത്തേക്ക് മറ്റ് ഒരു കമ്പനിയിലും ഡയറക്ടർ ബോർഡ് മെമ്പർഷിപ്പ് ലഭിക്കില്ല. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വളരെ സാങ്കേതികവും നിർണായകവുമായ ഒരു ഹർജി MK സാനുമാഷ് ഉൾപ്പെടെയുള്ള SNDP സംരക്ഷണ യോഗം ഹൈക്കോടതിയെ സമീപിച്ചത്. നിലവിൽ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ഡയറക്ടർ ബോർഡ് അംഗവും അയോഗ്യരാക്കിയിരിക്കുകയാണ്. ഈ ഡയറക്ടർ ബോർഡിലുള്ള ആർക്കും തന്നെ 5 വർഷത്തേക്ക് മറ്റ് കമ്പനികളിൽ പ്രാതിനിധ്യം വഹിക്കാൻ പറ്റില്ല. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. SNDP ഡയറക്ടർ ബോർഡ് റദ്ദാക്കിയതിനു പുറമെ സർക്കാരിനോട് റിസീവർ ഭരണമായിട്ടുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുവാനും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. സംസ്ഥാന സർക്കാരിന് SNDPയുടെ ഭരണം ഏറ്റെടുക്കാം, അതിന് റിസീവറെ നിയമിക്കാം. ഏതായാലും വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്ക് ആർക്കും തന്നെ ഇനി SNDPയുടെ യാതൊരുവിധ ക്രയവിക്രയങ്ങളും നടത്താൻ സാധിക്കില്ല. ആ തരത്തിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. 2006 മുതൽ കമ്പനിയുടെ ഓഡിറ്റ് അക്കൗണ്ട് സർക്കാരിൽ സമർപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ഹൈക്കോടതി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ട് പോലും SNDPയുടെ കണക്കുകൾ കൃത്യമായി ഓഡിറ്റ് ചെയ്ത് സർക്കാരിൽ സമർപ്പിച്ചിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തിയാണ് ജസ്റ്റിസ് TR രവിയുടെ നിർണായകമായ ഉത്തരവ്. അമൃത ന്യൂസ്, കൊച്ചി. പ്രതിസന്ധിയിലാകുന്ന പ്രമുഖരുടെ അതേ രീതിയിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. വിധി പകർപ്പ് പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്.
സജീവമായതും അതിവേഗത്തിലുള്ളതുമായ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുമായി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ രണ്ടാം ഘട്ട ചർച്ചകൾ കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്നു. MP-മാർ മത്സരിക്കുന്ന കാര്യത്തിൽ എന്താകുമെന്നാണ് ഒരുപക്ഷെ നമ്മളെല്ലാം കാത്തിരിക്കുന്നത്. തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ്. കെ സുധാകരനും അടൂർ പ്രകാശും മത്സരിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. 31 സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടികയ്ക്ക് കോൺഗ്രസ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗീകാരം നേരത്തെ നൽകിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 90 വരെ സീറ്റുകളിൽ മത്സരിക്കാനായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം. ഇതിൽ 31 പേരടങ്ങുന്ന ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗീകാരം നൽകിയിരുന്നു. തിരുവനന്തപുരം, ആലപ്പുഴ, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ആദ്യ പട്ടികയിൽ ഉൾപ്പെടാത്ത മണ്ഡലങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനായി രണ്ടാം ഘട്ട ചർച്ചകൾ ആരംഭിച്ചു. കെ സുധാകരന് പുറമെ മറ്റ് MP-മാരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപ്പര്യമറിയിച്ചതും മുതിർന്ന നേതാക്കൾ ചില സീറ്റുകൾക്ക് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നതും നേതൃത്വത്തിനു മുൻപിലെ വെല്ലുവിളിയാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ വീണ്ടും സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതൃത്വവുമായും ചർച്ച നടത്തും. രാഹുലിന്റെയും മല്ലികാർജ്ജുന ഖാർഗെയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിലായിരിക്കും MP-മാർ മത്സരിക്കുന്നതിൽ അന്തിമ തീരുമാനമുണ്ടാവുക. പെരുമ്പാവൂരിലും തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഉടൻ തന്നെ 50 മുതൽ 60 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് നീക്കം. കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച ആദ്യ പട്ടികയിൽ സിറ്റിംഗ് MLA-മാരിൽ രാഹുൽ മങ്കൂട്ടത്തിൽ, K ബാബു, എൽദോസ് കുന്നപ്പള്ളി എന്നിവർ മാത്രമാണ് ഒഴിവായത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നാട്ടികയിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. CC മുകുന്ദൻ MLA-യെ കോൺഗ്രസ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം തലയിൽ കൈവച്ച് വിളിക്കുകയാണ് മുകുന്ദനെ വേണ്ട എന്ന നാട്ടികയിലേക്ക്. പക്ഷേ എന്തായാലും മുകുന്ദൻ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളുമായി നാളെ ചർച്ച നടത്തുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പ്രാദേശിക നേതാക്കളുടെ വലിയ എതിർപ്പ് മറികടന്ന് സീറ്റ് നൽകാനുള്ള നീക്കത്തിലേക്ക് ഒരുപക്ഷേ കോൺഗ്രസ് നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. CPI തള്ളിയ മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കേണ്ടതില്ല എന്നാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും മുകുന്ദനുമായി ചർച്ച നടത്തുമെന്നും സൂചനയുണ്ട്. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ തന്നെയാണ് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി സ്ഥിരീകരിച്ചു. ഇതോടെ LDF-ലെ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ഇടുക്കി വേദിയായി. റോഷി അഗസ്റ്റിൻ നയിക്കുന്ന വികസന മുന്നേറ്റ യാത്രയുടെ കട്ടപ്പനയിലെ സമാപന വേദിയിലായിരുന്നു ഈ അപ്രതീക്ഷിത പ്രഖ്യാപനം ഉണ്ടായത്. കേരള കോൺഗ്രസിന്റെ എല്ലാ MLA-മാരും അതാത് മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കും. തന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി തീരുമാനിക്കുമെന്നും ജോസ് കെ മാണി കട്ടപ്പനയിൽ പറഞ്ഞു. പിന്നെ അതിനകത്ത് പറയുന്നതിനൊരു വിഷമമൊന്നും ഇല്ലല്ലോ. ഇതല്ല അടിമാലി വന്നപ്പോഴത്തേക്ക് പ്രതികാരം എന്നാ ഇതൊക്കെ ഞങ്ങളുടെ MLA-മാരെന്നാ അതാത് സ്ഥലത്ത് തന്നെ മത്സരിക്കും. അതൊന്നും വിഷയമൊന്നും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകാൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ BJP പാർലമെന്ററി ബോർഡ് യോഗം ചേർന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ അധ്യക്ഷന്മാരായ V മുരളീധരൻ, K സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ, PK കൃഷ്ണദാസ് തുടങ്ങി പ്രമുഖർ ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തി. കഴിഞ്ഞ ദിവസം JP നദ്ദയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പ്രാഥമിക ചർച്ചകളും തിരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാടുകളും ചർച്ച ചെയ്തിരുന്നു. BJP 100 സീറ്റുകളിൽ മത്സരിക്കാനും ഘടകകക്ഷികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചാരണം ശക്തമാക്കാനും കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു.